ഇത് ഡൈനടെക്കിൻ്റെ MDX24 എന്ന് പറയുന്ന മിക്സറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എഫക്ട്സുകൾ കസ്റ്റമായിട്ട് സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാർക്ക് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരിക്കൽ സേവ് ചെയ്ത് വെച്ചത് പിന്നീട് നമുക്ക് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയത് സേവ് ചെയ്യുകയോ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സംശയങ്ങൾ. അപ്പോൾ അതിനകത്ത് നമുക്കിങ്ങനെ ഒരെണ്ണം സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പുതിയൊരു എഫക്ട്സ് നമ്മൾ എടുത്തിട്ട് അത് നമുക്ക് ഈ സെയിം സ്ഥലത്തേക്ക്, ഇപ്പം ഞാൻ 101-ലും 102-ലും സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ എഫക്റ്റ് സെറ്റ് ചെയ്തെന്ന് വെക്കുക. അങ്ങനെ സെറ്റ് ചെയ്ത സാധനം നമുക്ക് കൊണ്ടുവന്നിട്ട് ഈ 101-ലോ അല്ലെങ്കിൽ 102-ലോട്ടോ നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു എഫക്റ്റ് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഡിലേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിലേയിൽ നമ്മളൊരു 52 എടുക്കുകയാണ്. MDX24-ലും MDX16-ലും 12-ലും എല്ലാം സെയിം സെറ്റിങ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 52 എടുക്കുകയാണ്. ഇത് മാറിപ്പോയി, 52-ലേക്ക് കൊണ്ടുവരട്ടെ. 52 എടുത്തു. ഇപ്പോൾ നമുക്കിവിടെ ഇത് സെറ്റ് ചെയ്യണം. 101-ൽ തന്നെ നമുക്ക് വീണ്ടും ഒരു എഫക്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവിടെ സേവ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കാണുന്ന നോബിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ എഫക്റ്റ് 1 നമ്മൾ എഡിറ്റ് ചെയ്യുകയാണ്. എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിൻ്റെ ഡിലേ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ 300 സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പം ഞാനൊരു 305-ലേക്ക് വെച്ചു. എന്നിട്ട് നമ്മളിവിടെ ഫീഡ്ബാക്ക് ഉണ്ട്. അത് നമ്മൾ ഫീഡ്ബാക്ക് ഒരു 50%-ലേക്ക് കൊണ്ടുവരുന്നു. അതിന് ശേഷം നമ്മളിവിടെ സേവ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ സേവ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഓപ്ഷൻസ് വരും. 101, 102 അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. 120 വരെ ആയിരിക്കും നമുക്കിതിനകത്ത് കാണിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 120 വരെ കാണിക്കും. ഇപ്പോൾ നമുക്ക് നേരത്തെ സേവ് ചെയ്ത് വെച്ചതിൻ്റെ പുറത്തോട്ട് തന്നെ വീണ്ടും സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടുവരിക, സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സേവ് ആകുന്നതാണ്. ഈ ഓക്കെ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് വരും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 101-ൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സാധനം തന്നെ വീണ്ടും സേവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് സേവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പേരൊക്കെ മാറ്റാവുന്നതാണ്. നേരത്തെ കൊടുത്തിരുന്ന പേര് മാറ്റി നമുക്ക് പുതിയ പേരൊക്കെ ഇവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇപ്പം ആദ്യത്തെ ഇതിലാണ് നമുക്ക് അക്ഷരം ചേഞ്ച് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മേളിലത്തെ അക്ഷരം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വരും. കണ്ടോ? ഇപ്പോൾ ഞാനിവിടെ നേരത്തെ കരോക്കെ എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ആരോയിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങളിൽ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന അതേ പേര് തന്നെ സേവ് ചെയ്യുകയാണ്. കരോക്കെ എന്ന് പറഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ പോവും. ഇനി നമ്മൾ ഓഫാക്കിയിട്ട് ഓണാക്കാൻ നേരത്ത് പഴയ രീതിയിൽ തന്നെ വരണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ചത് ഡിഫോൾട്ടായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്.